ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലവ്സ് അംബീഷൻ എന്ന 2025 സെപ്റ്റംബറിൽ റിലീസായ ഒരു ചൈനീസ് ഡ്രാമയാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് 18 വയസ്സുള്ള നമ്മുടെ കഥാനായിക ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ഇവളിവിടെ എത്തിയിരിക്കുന്നത് പുതിയൊരു മാറ്റത്തിനായിട്ടാണ്. മൊത്തത്തിൽ ഇവള് മാറാൻ പോവുകയാണ്. ഇവളുടെ യഥാർത്ഥ പേര് ഷായാൻ എന്നാണ്. പക്ഷെ ഇവള് ഇപ്പോ ഷൂയാൻ എന്ന മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് മാറിയിരിക്കുകയാണ് ഒഫീഷ്യലി. അതിന് കാരണമായിട്ട് ഇവളുടെ മൈൻഡ് വോയിസിൽ ഇവൾ എഴുതിയ ഒരു ലൈഫ് സ്റ്റോറി വായിക്കുകയാണ്. ഇവള് ജനിച്ച സമയത്ത് ഇവളുടെ പാരന്റ്സ് വളരെ സന്തോഷത്തിലും കരുതലോടും കൂടിയൊക്കെയാണ് ഇവളെ ഏറ്റുവാങ്ങിയത്. അതൊരു ഹാപ്പി ലൈഫ് ആയിരിക്കും എന്നാണ് ഇവള് വിചാരിച്ചതും. പക്ഷേ ഇവൾക്ക് ജന്മനാ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട് എന്നറിഞ്ഞപ്പോ ഇവളുടെ പാരന്റ്സ് ഇവളെ ഉപേക്ഷിക്കാനോ നശിപ്പിക്കാനോ ആണ് തീരുമാനിച്ചത്. പക്ഷെ ഇവളുടെ അമ്മയുടെ അമ്മ, അതായത് ഇവളുടെ മുത്തശ്ശി, അതിന് സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ഇവളെ വളർത്താൻ വയ്യെങ്കിൽ ഞാൻ വളർത്തിക്കോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഇവളുടെ അസുഖം ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഈ ഒരു കുട്ടിയെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ മുത്തശ്ശിയാണ് അതിനെ സമ്മതിക്കാതെ ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. സോ ഇവള് പുതിയൊരു ഐഡന്റിറ്റി സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ പഴയ ഇവളുടെ ആ ഒരു ഐഡി കാർഡ് ഇവര് തിരിച്ചു വാങ്ങുന്നു. ഇവള് ഇപ്പോ ഇനി ഒരു പുതിയ വ്യക്തിയാണ്. ഇവളുടെ പാരന്റ്സിന്റെ സർനെയിം ഉപേക്ഷിച്ച് ഇവളുടെ മുത്തശ്ശിയുടേത് തന്നെയാണ് ഇപ്പോൾ ഇവളെ എടുത്തിരിക്കുന്നത്. ഇവളെല്ലാം ചെയ്യുന്നത് ആ ഒരു മുത്തശ്ശിക്ക് ഒരു നല്ല ലൈഫ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് ഇവളുടെ വോയിസിൽ പറയുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇപ്പോ ഷോയാൻ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹാമിങ്ങുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. ഇവൻ ഒരു ആർക്കിടെക്ചർ കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആണ്. ആ ഒരു കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവന്റെ അച്ഛൻ തന്നെയാണ്. ഇവന്റേത് ഒരു ഹൈ സ്റ്റാറ്റസ് ഉള്ള ഒരു വലിയ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. എന്നാൽ ഇപ്പൊ ഹോമിങ്ങിന്റെ പാരന്റ്സിന്റെ മുന്നിൽ ഷോയാൻ ആണെങ്കിൽ ഇവളുടെ പാരന്റ്സ് എന്ന് പറഞ്ഞ് രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്താണ്. സോ അവര് തമ്മിലുള്ള സംസാരമാണ് ഇപ്പൊ നടക്കുന്നത്. ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലാണല്ലോ. പക്ഷെ ഈ ഒരു ബന്ധം വിവാഹത്തിലേക്ക് എത്തണമെങ്കിൽ ഇവളെ മാത്രം ഇവർക്ക് ബോധിച്ചാൽ പോരല്ലോ, ഇവളുടെ ഫാമിലിയെ കൂടി ഇവരെ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം ഈ ഒരു വിവാഹം നടക്കില്ല. സോ അതിനു വേണ്ടിയിട്ട് ഇവളിപ്പോ ഇവളുടെ യഥാർത്ഥ പാരന്റ്സിനെ അല്ല, പകരം മറ്റു രണ്ട് വ്യക്തികളാണ് ഇവർക്ക് മുന്നിൽ സ്വന്തം പാരന്റ്സ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹോമിങ്ങിന്റെ അമ്മയ്ക്ക് അതത്ര വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവര് ചോദിക്കുന്നുണ്ട്. ഇവളുടെ അച്ഛനും അമ്മയും ഒരു കോളേജിലെ പ്രൊഫസറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവരാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിച്ച സമയത്ത് അവിടെ നിങ്ങൾ പ്രൊഫസർ ആണെങ്കിൽ നിങ്ങളുടെ പേര് ആ ഒരു വെബ്സൈറ്റിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഷൂയാൻ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ്. ഇവര് ഇതിനപ്പുറം ചോദിക്കുന്ന ഇവൾക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആ ഒരു യഥാർത്ഥ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു കോളേജും ചുറ്റുപാടുകളും അതുപോലെ തന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആയാലും പഠിപ്പിക്കുന്ന വിഷയങ്ങളായാലും എല്ലാത്തിനെ കുറിച്ചും ഒരു നല്ല അറിവും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവളുടെ അച്ഛനായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയും, മാഡം ഞങ്ങൾ പ്രൊഫസേഴ്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റിയില് അധ്യാപകരല്ല, ഞങ്ങൾ അവിടെ റിസർച്ച് ആണ് ചെയ്യുന്നത്, അതിലാണ് ഫോക്കസ് കൊടുക്കാറുള്ളത്, അതുകൊണ്ട് ഞങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോ ഇവർക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. ഇവരെ കുറച്ചും കൂടി ഓക്കെ ആക്കാനായിട്ട് ഇയാള് എഴുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും പരിചയപ്പെടുത്തുമ്പോ ഒന്നില് സൈൻ ചെയ്തിട്ടുണ്ട്, മറ്റേതില് സൈൻ ചെയ്തിട്ടില്ല. അത് കണ്ട് ഹാമിങ്ങിന്റെ അമ്മ, അയ്യോ ഇതില് സൈൻ ചെയ്യാൻ മറന്നുപോയതായിരിക്കും എന്ന് പറഞ്ഞ് അവിടെയും ഇവരുടെ ആ കള്ളത്തരം പൊളിക്കാനായിട്ട് ശ്രമിക്കാണ്. അത് ഇയാളല്ല എഴുതിയതെങ്കിൽ മറ്റേതിലുള്ള പോലെ ആ ഒരു സൈൻ ഇയാൾക്ക് ഒരിക്കലും ഇടാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് ഇയാളോട് സൈൻ ചെയ്യാനായിട്ട് പറയുമ്പോ ഇയാളും ഒരു മടിയും കൂടാതെ അതേപോലെ തന്നെ സൈൻ ചെയ്യാണ്. ഒരു മാറ്റവും വരുന്നില്ല. സത്യത്തില് ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എഴുതിയത് മറ്റൊരു വ്യക്തിയാണ്. ഷൂയാന്റെ ഒരു ക്ലാസ്മേറ്റിന്റെ അച്ഛനാണ്. ഇവൾക്ക് ആ ഒരു ഫാമിലിയായിട്ട് പരിചയം ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കിട്ടിയത്. അവരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവള് ഇപ്പോ ഇവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തിരിക്കുന്നത്. സോ ഇവള് ആ യഥാർത്ഥ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇവളെ പ്രത്യേകം തന്നെ അതിൽ അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. അതെങ്ങനെയാണ് സൈൻ ചെയ്യുന്നത് എന്ന് വരെ ഇവള് നോക്കി വെച്ചു. എന്നിട്ടാണ് ഇയാളെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സൈൻ ഇടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഇയാളും ഇവരുടെ മുന്നിൽ ഒരു സംശയം വരാത്ത രീതിയിൽ അത് നന്നായിട്ട് ചെയ്യുന്നത്. ഇവള് മനഃപൂർവ്വം തന്നെയാണ് ഒരു ബുക്കില് സൈൻ ചെയ്തും മറ്റേ ബുക്കില് സൈൻ ചെയ്യാതെയും ഇവരെ കാണിക്കുന്നത്. അവർക്ക് കുറച്ചും കൂടി ലൈവായിട്ട് വിശ്വാസം വരാൻ വേണ്ടി. ഇവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാറ്റസും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉള്ളതാണെന്ന് ഈ ഒരു ഹാമിങ്ങിന്റെ പാരന്റ്സിനെയും ബോധിപ്പിക്കണം, അതുപോലെ തന്നെ ഹാമിങ്ങിനെയും ബോധിപ്പിക്കണം. അവനും ഇവളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നും അറിയില്ല. സോ എങ്ങനെയൊക്കെയോ നല്ല രീതിയിൽ തന്നെ ഇവള് അവരുടെ ആ ഒരു വിശ്വാസം
പിടിച്ചെടുക്കുകയാണ്. എങ്കിലും ഫുള്ളായിട്ട് ഹാമിങ്ങിന്റെ അമ്മയ്ക്ക് വിശ്വാസം വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഫാമിലിയിലെ പെൺകുട്ടിയാണ് ഇതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം അവര് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്, അതായത് വിവാഹ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടും ആഹാരം കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അതിനുശേഷം ഇവര് ഫുഡും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരു ചെറിയ ചർച്ചയിലാണ്. ഹാമിങ്ങിന്റെ അച്ഛനും ഹാമിങ്ങും അതുപോലെ തന്നെ ഇവളുടെ പാരന്റ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സൈഡില് ഹാമിങ്ങിന്റെ അമ്മയാണെങ്കിൽ ഷൂയാനായിട്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോ അമ്മ ഇവളോട് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവള് നന്നായിട്ടുണ്ടായിരുന്നു ആന്റി എന്ന് വളരെ വിനയത്തോടു കൂടിയാണ് ഇവള് സംസാരിക്കുന്നത്. അപ്പൊ ഇവര് നിനക്ക് എഗ് ഇഷ്ടമല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവളൊന്ന് പതറുന്നു, പക്ഷെ ഫേസിൽ കാണിക്കുന്നില്ല. അപ്പോ അവര് നിന്റെ യഥാർത്ഥ പാരന്റ്സ് തന്നെയാണോ? എനിക്കെന്തോ നിന്റെ പാരന്റ്സും നീയായിട്ട് അത്ര ക്ലോസ് അല്ലെന്ന് തോന്നുന്നു. ഒരമ്മയ്ക്ക് മകളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ എങ്ങനെ അറിയാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് നന്നായിട്ട് പതറുകയാണ്. ഇവള് എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും ഇവർ വളരെയധികം ഈ ഒരു ഫാമിലിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷൂയാന്റെ അമ്മയായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഇവൾക്ക് എഗ്ഗിന്റെ ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷെ ഇവളാണെങ്കിൽ അത് തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് വരെ. ആ ഒരു ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു സംശയം വന്നിരിക്കുന്നത്. ആദ്യം മുതലേ ഇവർക്ക് അത് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഇവളോട് എല്ലാ കാര്യങ്ങളും അങ്ങനെ മൂടി വെക്കാനാവില്ല. എല്ലാ കെട്ടുകഥകളും യാഥാർത്ഥ്യമാക്കാനും സാധിക്കില്ല. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് എനിക്ക് സത്യം എന്താണെന്ന് അറിയണം എന്ന് പറയുമ്പോ ഇവള് ഇനി ഇവരുടെ മുന്നിൽ എന്തായാലും വാദിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇവള് യഥാർത്ഥ സത്യം പറയുന്നില്ല, പകരം മറ്റൊരു കഥ ഉണ്ടാക്കുകയാണ്. ഇവരോട് ക്ഷമ ചോദിച്ചിട്ട്, സോറി ആന്റി, ഞാൻ കള്ളം പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം. വേണോന്ന് വിചാരിച്ച് ചെയ്തതല്ല. എന്നെ ചെറുപ്പം മുതലേ വളർത്തിയത് എന്റെ മുത്തശ്ശിയാണ്. അച്ഛനും അമ്മയൊക്കെ അവരുടെ കരിയർ നോക്കി വിദേശത്തേക്ക് പോയി. എന്റെ ഒരു കാര്യങ്ങളിലും അവരിടപെട്ടിട്ടില്ല, നോക്കിയിട്ടില്ല. ഒരച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും എനിക്ക് അനുഭവിക്കാനും സാധിച്ചിട്ടില്ല. അവർക്ക് എന്റെ ഇഷ്ടങ്ങളും എനിക്ക് അവരുടെ ഇഷ്ടങ്ങളും അറിയില്ല. ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നോക്കിയതാണ് ഇതിനെതിരെ, പക്ഷെ ഒരു ഫലവും കണ്ടില്ല. അവരവരുടേതായ രീതിക്കാണ് ജീവിക്കുന്നത്. ഞാനെങ്ങനെയാ പിന്നെ അവരോട് എന്റെ ഫീലിങ്സ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചത് ഞങ്ങളൊരു സന്തുഷ്ട ഫാമിലി ആണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ കടന്നുപോയ ലൈഫ് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് അടുപ്പമുള്ളതുപോലെ നിന്നത്, അല്ലാതെ നിങ്ങളെ ആരെയും തെറ്റിദ്ധരിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിച്ച് ഇവരോട് ക്ഷമ ചോദിക്കാണ്. അത് കേൾക്കുമ്പോ ഇവർക്ക് ഒരു ഡൗട്ടും വരുന്നില്ല. ഇവർക്കും ഇവളോട് ഓരോ സെന്റിമെന്റ്സ് തോന്നാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് എല്ലാവരും ഫാമിലിയും കരിയറും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും അതിന് ഒരുപോലെ സാധിച്ചെന്ന് വരില്ല. ഹോമിങ്ങും വിദേശത്ത് ഒരുപാട് നാളും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് പഠിക്കാനായിട്ട് പോയ വ്യക്തിയാണ്. ഞങ്ങളും ഞങ്ങളുടെ തിരക്കുകളും കൊണ്ട് അവനോടൊപ്പം ഒരുപാട് സമയമൊന്നും ചെലവിടാനായിട്ടില്ല. അവനും ഞങ്ങളെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളും അവനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ്. അച്ഛനും അമ്മയും എല്ലാം ചെയ്യുന്നത് മക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കാണ്. സോ ഇവര് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടാണ് ഇവളോട് സംസാരിച്ചിട്ട് പോകുന്നത്. മറ്റൊരു രീതിയിൽ അവരെ ഡൈവേർട്ട് ചെയ്ത് വിട്ടത് കൊണ്ട് തന്നെ ഇവളുടെ യഥാർത്ഥ കള്ളം പൊളിഞ്ഞില്ല. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ കൊളീഗ് വിളിച്ചിട്ട് ഇവള ഒരു TV ഷോയില് ആ ഒരു പ്രോഗ്രാമിന്റെ പ്ലാനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവളുടെ ഡ്രീം എന്ന് പറയുന്നത് ആ ഒരു ഷോയുടെ ഹോസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവള് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. സോ ഇവള് ലാസ്റ്റ് അപ്ലൈ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനും റിജക്റ്റ് ആയി എന്നാണ് കൊളീഗ് ഇവളോട് പറയുന്നത്. അത് കേട്ട് ഇവൾക്ക് നല്ല ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഇവള് തളരുന്നില്ല. സോ അന്നത്തെ ഹാമിങ്ങിന്റെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവരെ റൂമിലാക്കിയിട്ട്, ഇവരാണെങ്കിൽ ഒരു വെഡ്ഡിംഗ് കമ്പനിയുടെ ആളുകളാണ്. അച്ഛനെയും അമ്മയെയും വരെ കടം കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു കമ്പനി. അതുകൊണ്ടാണ് ഇവര് ഭയങ്കര നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത്. ആദ്യത്തെ സംഭവം അല്ല ഇവർക്കിത്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഞാൻ വിളിച്ചോളാം, അപ്പൊ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവള് അവരെ അവിടെ ആക്കിയിട്ട് പോകുന്നത്. കുറെ നുണകൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്നതാണല്ലോ ഇവളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ്. സോ ഇവള് താൻ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലോട്ട് തനിക്ക് എത്താൻ പറ്റുമോ എന്ന് ഇവൾക്ക് അറിയില്ല. എങ്കിലും ഇവള് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹോമിങ്ങിനെ വിവാഹം കഴിച്ചാല് ഇവൾക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവള് അവനെ ഒരുപാട് റിയൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവൾക്ക് ഇവളുടെ ലൈഫില് മുത്തശ്ശിയുടെ സ്നേഹം അല്ലാതെ മറ്റൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കിട്ടിയിട്ടേ ഇല്ല. ഇവളത് ഫസ്റ്റ് ടൈം ഫീൽ ചെയ്യുന്നത് ഹോമിങ്ങിന്റെ അടുത്തു നിന്നാണ്. അവനോടുള്ള ഇവളുടെ ഇഷ്ടത്തില് ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ അത് നേടിയെടുക്കാനുള്ള വഴികൾ മാത്രമാണ് ഇവള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെ കാണുന്നത് ഷോയാനാണെങ്കിൽ ഇവള് നടത്തുന്ന ആ ഒരു ഫാമിലി ഫീസ്റ്റ് എന്ന കുക്കിംഗ് ഷോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് കുക്കിംഗ് ചെയ്യിക്കുമല്ലോ. സോ അങ്ങനെ ഒരു ഷോയാണ് ഇത്. ഇതിന്റെ ഹോസ്റ്റ് ആവാനായിട്ടാണ് ഇവൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇവള് ഇപ്പോഴും ആ ഒരു പ്രോഗ്രാമിന്റെ പ്ലാനർ മാത്രമാണ്. ഓരോ അസിസ്റ്റന്റ് ഡയറക്ടർ പോലെയൊക്കെ തന്നെയാണ് ഇവൾ നിൽക്കുന്നത്. ഈ ഒരു ഷോയുടെ എല്ലാ കാര്യങ്ങളും ഇവളുടെ തലയിലാണ്. എല്ലാത്തിനും കിടന്ന് ഓടേണ്ടതും ഇവള് തന്നെയാണ്. പക്ഷെ ഇവളിപ്പോ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് ഗസ്റ്റ് വന്നിട്ട് പോലും ആ ഒരു ഹോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ വലിയൊരു അഹങ്കാരിയാണ്. സിവൈ എന്നാണ് അവളുടെ പേര്. ഷോയാനും ഇവളുടെ അസിസ്റ്റന്റിനോട്
ആ ഒരു ഹോസ്റ്റിനെ വിളിക്കുക എത്ര സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സിവൈ അങ്ങോട്ട് വരികയാണ്. ഷോയാൻ ഇവളുടെ പോസ്റ്റിലേക്കാണല്ലോ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ഒരു കാര്യം ഇവള് ഇപ്പൊ അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. സോ ഇവള് വളരെ ഷോയാനെ തരം താഴ്ത്തുന്ന രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നീ എന്ത് കണ്ടിട്ടാ ഹോസ്റ്റ് ആവാനൊക്കെ ആഗ്രഹിക്കുന്നത്? നേരെ ജോവേ നിനക്കിപ്പോ ഉള്ള ജോലി പോലും ചെയ്യാൻ അറിയില്ല. നീ എന്ത് സ്ക്രിപ്റ്റായി ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇതൊക്കെ ഞാൻ എങ്ങനെയാ വായിക്കുന്നത്? നീ നിന്റെ സ്റ്റാർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓരോന്നിനെ ഇറങ്ങി തിരിക്കുമ്പോ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് കൂടി ആദ്യം നോക്കണം. നിനക്കൊന്നും ഒരിക്കലും ഒരു ഹോസ്റ്റ് ആവാൻ സാധിക്കില്ല. നിനക്ക് റിച്ച് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നാണോ നീ വിചാരിക്കുന്നത്? ആ തോന്നലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. നീ ഒന്നും എവിടെയും എത്താൻ പോകുന്നില്ല. നിന്റെ ആ റിലേഷൻഷിപ്പ് പോലും കൂടിപ്പോയാല് 1-2 മാസം, അതിൽ കൂടുതൽ മുന്നോട്ട് പോവാനും പോകുന്നില്ല എന്നൊക്കെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഷോയാനാണെങ്കിൽ തിരിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല. അതിനുശേഷം ഇവളുടെ മാനേജർ വിളിപ്പിച്ചിട്ട് ആ ഒരു ഇവള് ചെയ്യുന്ന ഫാമിലി ഫീസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് റേറ്റിംഗ് കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവളാണല്ലോ അതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ എല്ലാ തെരുവിലെയും ഇവൾക്കാണ് ഇപ്പൊ കേൾക്കുന്നത്. പക്ഷേ ഇത് ഇവളുടെ മാത്രം തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്. ആ ഒരു ഹോസ്റ്റ് ആണെങ്കിൽ ഇവള് കൊടുക്കുന്ന സ്ക്രിപ്റ്റും കാര്യങ്ങളും അല്ല ചെയ്യുന്നത്. ഗസ്റ്റിനോടൊക്കെ വളരെ മോശം ബിഹേവിയർ ആണ് ഉള്ളത്. അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനൊന്നും അവളെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ ഇവളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇവളാണ് അതെല്ലാം ചെയ്യേണ്ടത്. കോവർക്കേഴ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന നിലയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. എന്നിട്ട് ഇവളോട് നെക്സ്റ്റ് ഗസ്റ്റ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്ന് ഇവള് പറയുമ്പോൾ ഇയാൾക്ക് അത് കേട്ട് ഒരു ആകാംക്ഷ വരികയാണ്. സോ എന്നാണ് ആ വ്യക്തി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇയാൾ വീണ്ടും ദേഷ്യപ്പെടാണ്. ഇതൊക്കെ നീ ഇനി എന്നാ പഠിക്കാൻ പോകുന്നത്? ഇതൊക്കെയല്ലേ ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഗസ്റ്റുകളുടെ നീണ്ട ലൈൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കണം എല്ലാം പ്ലാൻ ചെയ്യേണ്ടത്. അടുത്ത ആഴ്ച കൂടെ ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ മാനേജ്മെന്റ് നിന്റെ പൊസിഷന്റെ കാര്യം ഒന്നുകൂടെ ആലോചിക്കും എന്ന് പറയാണ്. അതായത് ഇവളെ നല്ല രീതിയിൽ ആ ഒരു പ്രോഗ്രാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവളെ ആ ഒരു ഹോസ്റ്റിന്റെ കാര്യത്തിൽ ഇവരെ കുറച്ചുകൂടി പരിഗണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഇവളോട് പറയുന്നത്. അതിനുശേഷം ഇപ്പോ ഹാമിങ് ആണെങ്കിൽ ഇവളോടൊപ്പം ഇവളുടെ അപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. അപ്പോ ഇവളോട് വർക്ക് കഴിയാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് നേരത്തെ കൊണ്ടുവരാനായിട്ടിരുന്ന ആ ഒരു ഗസ്റ്റിന്റെ കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വേറെ പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവള് ബിസി ആയിട്ട് ഇരിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവൾക്ക് വന്ന് ഒരു മെസ്സേജ് കാണിച്ചു കൊടുക്കാണ്. അതായത് ഇവളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഗസ്റ്റ് ഇപ്പോ ഇവരുടെ ഷോയിലേക്ക് വരാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹോമിങ് ആണെങ്കിൽ ഇവന്റെ ഹോൾഡ് യൂസ് ചെയ്തുകൊണ്ട് ഇവൾക്ക് വേണ്ടി അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ഇവൻ അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ. ഇവൾക്ക് അത് വലിയൊരു ഹെൽപ്പ് ആയിരിക്കുകയാണ്. അതിനുശേഷം ഇവളെ വീണ്ടും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇവനാണെങ്കിൽ ഇവളോട് റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങാണ്. അപ്പോ ഇവനോട് ഇന്നലെ എന്റെ നിങ്ങളുടെ പാരന്റ്സിനെ കണ്ടിരുന്നല്ലോ, എന്താ അവരുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവരെന്ത് ചിന്തിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ ഇവൾക്കും സമാധാനവുമാണ്. സോ ഇവളുടെ മൈൻഡില് ഞാൻ എങ്ങനെയാണോ എന്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് വെച്ചിരുന്നത് അതിന് മാച്ച് ആയിട്ടുള്ള ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എനിക്ക് കിട്ടാനേ ഇല്ല. ഞാൻ എന്റെ ലൈഫില് ആദ്യമായിട്ട് സ്നേഹിക്കുന്നതും ഒരു ട്രൂ ലവ് കിട്ടിയതൊക്കെ എനിക്ക് ഈ വ്യക്തിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയം നേടിയെടുക്കാൻ മുന്നിലെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞാൻ അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു പ്രണയം നേടിയെടുക്കും എന്നൊക്കെയാണ് ഇവളുടെ മൈൻഡ് വോയിസില്. സോ അതിനുശേഷം നമ്മൾ ഇവരെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇവള് ഒരു TV പ്രോഗ്രാമിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ചില ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചാൻസ് കിട്ടാറുണ്ട്. സോ അങ്ങനെ വന്നൊരു വ്യക്തിയാണ് ഹാമിങ്. ഒരു പ്ലാൻ ഷോപ്പ് ഓണർ എന്ന രീതിയിലാണ് ഇവൾക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ ആർക്കും മുന്നേ ഇതുവരെയും ഇന്റർവ്യൂ കൊടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു ഷോപ്പിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അവനൊരു ഹോബി ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. അവിടെ ആണെങ്കിൽ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഗേവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റേതാണ് ആ ഒരു മെയിൻ ഷോപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇവര് ഫസ്റ്റ് ടൈം തമ്മിൽ കണ്ടുമുട്ടുന്നത്. പക്ഷേ ഇവനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇന്റർവ്യൂ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ ഒരു ഷോപ്പില് ജോലിക്കായിട്ട് എന്ന രീതിയിലാണ് എത്തിയിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂ എന്ന പോലെ പേര് വരെ ഇവളെ മാറ്റിയാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ടേബിളിലുള്ള ആ ഒരു പ്ലാന്റ് കാണിച്ചിട്ട് അതിന്റെ റൂട്ട് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ട് തരാനായിട്ട് പറയാണ്. ഇവളാണെങ്കിൽ ഇവളുടെ റെസ്യൂമിൽ ഉൾപ്പെടെ ഈ ഒരു ഫീൽഡിൽ മുൻപ് താൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവളും ഓക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്ലാന്റിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. സോ ഇവനും ഇവളോട് ഒരു പെൺകുട്ടിയായ ഇവൾക്ക് ഈ ഒരു ഫീൽഡിൽ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ ഇവളും വളരെ
മനോഹരമായിട്ടാണ് അതിനുള്ള ഉത്തരം പറയുന്നത്. ആ ഒരു പ്ലാന്റ്സിനെ കുറിച്ചിട്ടായാലും ഈ ഒരു മേഖലയെ കുറിച്ചിട്ടായാലും ഉള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല എങ്കിലും ഇവള് ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇവനെ കയ്യിലെടുക്കുക എന്നുള്ളതാണല്ലോ ഇവളുടെ ഉദ്ദേശം. സോ ഇവള് വാക്കുകൾ കൊണ്ട് മാത്രമല്ല അവൻ പറഞ്ഞ രീതിയിൽ തന്നെ ആ ഒരു ചെടിയുടെ റൂട്ട് ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കണ്ട് ഇവനും ഒരു കുറ്റം പോലും പറയാനില്ല. ഇവളുടെ വാചകടിയിലായാലും സ്കില്ലായാലും ഇവനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവളോട് നാളെ തന്നെ ജോലിക്ക് വരാനായിട്ട് പറയാണ്. അപ്പോ ഇവളും സന്തോഷത്തോടെ ഓക്കെ പറയുന്നു. എന്തായാലും സക്സസ് ആയല്ലോ. പക്ഷെ ഹാമിങ് ആണെങ്കിൽ അപ്പോ ഇവളോട്, അല്ല നിങ്ങളിപ്പോ ഇവിടെ ജോലിക്ക് കയറുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റേ ജോലി എന്ത് ചെയ്യും മിസ് ഷൂയ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഷോക്കായി പോവാണ്. ഇവളെ ഇത്രയും നേരം പറഞ്ഞ കള്ളത്തരങ്ങളെ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഇവള് പറയുന്നതെല്ലാം കള്ളത്തരമാണ് എന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത്. ഇവളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവനറിയാം. സോ ഇവള് ഇപ്പൊ നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ്. സോ ഹാമിങ് ഇവളോട്, നിങ്ങൾ നല്ല സ്മാർട്ടാണ്, നിങ്ങളുടെ ഷോയും നല്ല രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ആക്ടിങ് എന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്റെ ഹോബികൾ എന്താണ്, ഇഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയല്ലോ. സീക്രട്സ് ഒക്കെ വളരെ നന്നായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്. ഡ്രസ്സിംഗ് ആയാലും സംസാരത്തിലായാലും സാധാരണ ആളുകളെ പോലെ തന്നെയാണ് ഫീൽ ആയത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ അസിസ്റ്റന്റ് ഇന്റർവ്യൂവിന് വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ പുള്ളിക്കാരി പ്രൊഫൈലായിട്ട് വീചാറ്റിൽ ഇട്ടിരുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫൈലാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ ഇവളെ എടുത്ത് കാണിക്കാണ്. ഇവളുടെ അസിസ്റ്റന്റ് ആണ് ഇവനെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തിരുന്നത്. സോ അതിലാണ് പിഴവ് പറ്റിയത്. സോ ഹാമിങ് ഇവളോട് എന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് സംസാരിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ആർക്കും ഇന്റർവ്യൂ കൊടുക്കാറില്ല, നിങ്ങൾക്കും തരാൻ പോകുന്നില്ല, വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവളെ റിജക്ട് ചെയ്യാണ്. സോ ഇവളും കുറച്ച് സമയം ഒന്നും മിണ്ടാതെ നിന്നിട്ട് ഇവനോട് ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു രീതിയിൽ ഇവനെ സമീപിക്കേണ്ടി വന്നതില് ഇന്റർവ്യൂ കാര്യത്തില് നിങ്ങളുടെ തീരുമാനം ഞാൻ എന്തായാലും അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവന് ഒരു സിസർ ഗിഫ്റ്റ് ചെയ്യാണ്. അതും ഇവന്റെ ടേസ്റ്റ് അറിഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ്. ഇതിനു മുന്നേ തന്നെ ഒരുപാട് തവണ ഈ ഒരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ആ ഒരു സമയത്താണ് ഇവള് ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. അതായത് ഇവനിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഒരു പ്രഗത്ഭനായിട്ടുള്ള പ്രൊഫസറുടേതാണ്. അദ്ദേഹത്തിന്റെ ഐറ്റംസ് ആണെങ്കിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. സോ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇവള് ആ ഒരു പ്രൊഫസറിന്റെ മുദ്രയുള്ള ആ ഒരു സിസർ ഇവനിപ്പോ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് കണ്ട് ഇവനും നല്ല രീതിയിൽ തന്നെ ഇംപ്രസ് ആവുകയാണ്. സോ ഇവനും വളരെ നന്നായിട്ടുണ്ട്, എന്നെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ സ്റ്റഡി ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അങ്ങനെ പറയരുത്. ഈ ഒരു സാധനം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി നീ ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടുണ്ടാവും. ഞാനും അതുകൊണ്ട് നിനക്കൊരു ഗിഫ്റ്റ് തന്നേക്കാം എന്ന് പറഞ്ഞ് ഇവൾക്കും ഒരു ഗിഫ്റ്റ് എടുത്തു കൊടുക്കാണ്. ഇവളും അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അത് ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജാമാണ്. അത് കണ്ട് ഇവള് ഷോക്കായി. ഇത് കോയിൻസിഡൻസ് ആണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഒരിക്കലും അല്ല എന്ന് പറയുന്നു. അപ്പോ ഇവളും ഓ ഞാനപ്പോ ഇവിടെ വരുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ മുന്നേ തന്നെ അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവനും പിന്നെ അറിയാതെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി സ്ഥിരമായിട്ട് എന്റെ ഷോപ്പിലേക്ക് വരുമ്പോ ഞാനത് ശ്രദ്ധിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവളും ഞാൻ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ തന്ത്രശാലി എന്ന, അല്ല എന്നെ കുറിച്ച് എങ്ങനെയാ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്ന് ചോദിക്കുമ്പോ ഇവളുടെ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഇവളെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളിൽ നിന്നാണ്. ഇവളുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ്, അതായത് ഇവളുടെ മുത്തശ്ശിയാണെങ്കിൽ കുഞ്ഞിലെ തന്നെ ഇവൾക്ക് വളരെ കരുതലോട് കൂടിയാണ് ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ജാമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യുന്നത്. അവർക്ക് കാഴ്ചശക്തി കുറവാണ് എങ്കിൽ പോലും ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം വളരെ എഫോർട്ട് ഇട്ടിട്ടാണ് അവര് ചെയ്യുന്നത്. ഇവള് പലപ്പോഴും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യം ഇവള് എങ്ങനെയാണോ ഇവളുടെ ആ ഒരു ആർട്ടിക്കിളിൽ എഴുതിയിരിക്കുന്നത് അതേ സെന്റൻസ് കാണാപ്പാഠം പഠിച്ചിട്ടാണ് ഇവൻ ഇപ്പോ ആ ഒരു കാര്യം ഇവളോട് പറയുന്നത്. ആ ഒരു ഇമോഷണൽ ഇത് വെച്ചിട്ട് അത് കേൾക്കുമ്പോ ഇവള് മെൽറ്റ് ആയി പോവാണ്. സോ ഇവനും ഇവളോട് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ഈ ഒരു ഗിഫ്റ്റ് തന്നെ അറേഞ്ച് ചെയ്തത്, ഇതിലും ബെസ്റ്റ് ആയിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നി എന്ന് പറയുമ്പോ ഇവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവൾക്ക് അവിടെ വെച്ച് തന്നെ ഇവനോട് ഒരു പ്രത്യേക താല്പര്യം തുടങ്ങാണ്. അതിനുശേഷം ഇവളെ തിരിച്ച് റൂമിലെത്തി ഇവളെ കൊളീഗിനെ വിളിച്ചിട്ട് കള്ളക്കളി എല്ലാം പൊളിഞ്ഞ കാര്യം അറിയിക്കുന്നു. ഇപ്പോഴും ഹാമിങ് അവന്റെ ഇന്റർവ്യൂ കൊടുക്കാം എന്ന് ഇവളോട് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവള് ഇപ്പോ നല്ല ടെൻഷനിലാണ്. മാത്രമല്ല ഇവൾക്ക് ഇപ്പോ നല്ല പനിയും കൂടി ആയിരിക്കാണ്. അപ്പോ ഇവൾ അവിടെ ഇന്ന് ഹാമിങ് കൊടുത്ത ആ ഒരു ജാമ എടുത്ത് നോക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഹാമിങ്ങും ഇന്ന് ഷൂയാൻ ഇവന് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു സിസർ യൂസ് ചെയ്യുമ്പോ അത് ഇവന് വളരെ ഹെൽപ്ഫുൾ ആവുകയാണ്. ഇവനും എന്തോ അവളെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ഇവൾക്ക് ഇപ്പൊ നല്ല പനിയാണെങ്കിലും ഇവള് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ജോലിക്ക്. പക്ഷെ അപ്പോഴേക്കും സിവേ ആണെങ്കിൽ ഇവളോട് വന്ന് ആ ഒരു പ്ലാൻ ഷോപ്പ് ഓണറുടെ ഇന്റർവ്യൂ എന്തായി എന്ന് ചോദിക്കുമ്പോ ഇവളും ഇതുവരെ അത് റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോ ഇവളാണെങ്കിൽ
എന്തുകൊണ്ട് റെഡി ആയില്ല, ഇതിപ്പോ എത്ര നാളായി എന്ന് ചോദിച്ച് ഷൂയാന്റെ കയ്യിലുള്ള ടാബ്ലറ്റ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് എന്താ നിനക്ക് പനിയാണോ, പനിയാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാനാണോ ഉദ്ദേശം? ആയിക്കോട്ടെ നീ ഇരുന്നോ, പക്ഷെ സാലറിയുടെ കാര്യം അങ്ങ് മറന്നേക്കണം. ഇതിന്റെ പേരിൽ മാനേജറിന്റെ വായിരിക്കുന്ന എന്തെങ്കിലും കേട്ടാല് അത് എന്റെ കുറ്റം കൊണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോവാണ്. സോ ഷൂയാനും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഹാമിങ് ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇന്നാണ് എനിക്ക് സമയമുള്ളത്, വരാനായിട്ട് പറയാണ്. അത് കാണുമ്പോൾ ഇവൾക്കും ഭയങ്കര സന്തോഷാവുകയാണ്. ഇവളുടെ ശ്രമം എന്തായാലും പാഴായില്ലല്ലോ. അവൻ ഇവളോട് ജിന്ദ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലോട്ട് വരാനായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവൻ എന്തിനാണ് തന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഇവള് ഉടനെ തന്നെ റെഡി ആയിട്ട് ആ ഒരു കമ്പനിയിലേക്ക് എത്തുകയാണ്. സോ ഇവള് റിസപ്ഷനിൽ ചെന്നിട്ട് എനിക്ക് മിസ്റ്റർ ഹാമിങ്ങുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റാഫ് അപ്പോൾ ഇവളോട് മാഡം നിങ്ങൾ മിസ് ഷൂയാൻ അല്ലേ, സാർ നിങ്ങൾക്ക് വേണ്ടി മുകളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചോണ്ട് പോകുമ്പോ ഇവളും അല്ല നിങ്ങൾക്ക് ആള് മാറിപ്പോയത് വലുതുമാണോ, ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഈ സ്റ്റാഫും അതെ മാഡം, മിസ്റ്റർ ഹാമിങ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ആണ്, മാത്രമല്ല ഞങ്ങളുടെ ചെയർമാന്റെ മൂത്ത മകനാണ് എന്ന് പറയുമ്പോൾ ഇവളെ ഞെട്ടിപ്പോവാണ്. ഇത്രയും വലിയൊരു കമ്പനിയുടെ ഓണറും മറ്റുമൊക്കെയാണ് പുള്ളി എന്ന കാര്യം ഇപ്പോഴാണ് ഇവൾ അറിയുന്നത്. അവളൊരു നോർമൽ ഷോപ്പ് ഓണർ ആണ് എന്നാണല്ലോ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇവളും അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഹാമിങ് ആണെങ്കിൽ മറ്റൊരു മീറ്റിംഗിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഇവളോട് അത് കഴിയുന്നത് വരെ മാഡം ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് പോകുന്നു. ഇവളും വന്നേക്കുന്നത് ഹാമിങ് കാണുന്നുണ്ട്. ഇവളും ഇവിടെ ഇരുന്ന് ഇവനെ തന്നെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഹാമിങ്ങും ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഇവളും ഇവന്റെ ആ ഒരു മീറ്റിംഗ് കഴിയുന്നതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവൾക്ക് ഒന്നാമതേ പനി ആയിരുന്നല്ലോ. സോ ഇവിടുത്തെ AC ഇവൾക്ക് ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല, നല്ലതുപോലെ തണുക്കാണ്. ആ ഒരു കാര്യം ഹാമിങ് ശ്രദ്ധിച്ചിട്ട് ആ ഒരു AC ഓഫ് ചെയ്യാനായിട്ട് പറയാണ്. ഇവൾക്കും പെട്ടെന്ന് ഇതെങ്ങനെ ഓഫ് ആയത് എന്ന് മനസ്സിലാവുന്നില്ല. ഹാമിങ് തന്നെയാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് ഇവൾക്ക് പിന്നീട് മനസ്സിലാവുന്നു. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ ചൂടെടുത്ത് മരിക്കുകയാണ്, ഹാമിങ് ഉൾപ്പെടെ. കുറച്ച് മണിക്കൂറത്തെ ആ ഒരു മീറ്റിംഗ് തീരുമ്പോൾ എല്ലാവരും ഇറങ്ങി ഓടാണ് ചൂടെടുത്തിട്ട്. ബോസ് ആണല്ലോ ഓഫ് ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ചോദിക്കാനോ പറയാനോ പോലും പറ്റില്ല. അങ്ങനെ ഹാമിങ്ങും മീറ്റിംഗ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഷൂയാനാണെങ്കിൽ അവൾക്ക് വയ്യാതായിരുന്നല്ലോ. സോ അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവൻ വന്ന് വിളിക്കുമ്പോഴാണ് ഇവൾ എഴുന്നേൽക്കുന്നത്. ഹാമിങ്ങും ഇവളെ ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ ക്ഷമ ചോദിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, ലഞ്ച് ടൈം ആയില്ലേ, കഴിച്ചിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, വീണ് വീണ് പോവുകയാണ്. ഹാമിങ് അത് ശ്രദ്ധിച്ചിട്ട് എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ നിൽക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അവളെ കൊണ്ടാവുന്നില്ല, ഇവളെ വീണു പോവുകയാണ്. പെട്ടെന്ന് ഇവൻ ഇവളെ താങ്ങി നിർത്തിയിട്ട് ഇവളെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൾ എഴുന്നേൽക്കുന്നില്ല, ബോധം പോയിരിക്കുകയാണ്. സോ ഇവൻ പെട്ടെന്ന് തന്നെ ഇവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് ട്രിപ്പും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അന്ന് രാത്രിയാണ് ഇവൾക്ക് ബോധം വരുന്നത്. ഇവളെ കണ്ണു തുറക്കുമ്പോൾ ഹാമിങ് ഇവളുടെ മുന്നിലുണ്ട്, അവൻ അവിടെ നിന്ന് പോയിട്ടില്ല. ഇവൾക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് കൊടുത്തിട്ട് എന്റെ ഓഫീസിൽ വന്നപ്പോ നിനക്ക് പനി കൂടി ബോധം പോയി വീണതാ, ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഇവളെ താങ്ക്സ് പറഞ്ഞിട്ട് ഇവനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൻ ഡോക്ടർ പറഞ്ഞത് നീ ഓവർ വർക്ക് എടുത്തിട്ടാ ഇങ്ങനെ വന്നതെന്നാ, നിനക്ക് നല്ല റെസ്റ്റിന്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവന് ഒരുപാട് ജോലി തിരക്കുകൾ ഉള്ളതാണല്ലോ. അത് മനസ്സിലാക്കിയിട്ട് ഇവള് നിങ്ങൾ പോക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം, പനി കുറവുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ ഞാനല്ലേ നിന്നെ വിളിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് നിന്റെ കാര്യത്തില് ഉത്തരവാദിത്വമുണ്ട്, എന്തായാലും നിന്റെ പനിയൊക്കെ മാറിയിട്ട് ഞാൻ തന്നെ ഇന്റർവ്യൂ തന്നോളാം എന്ന് പറയുമ്പോൾ ഇവൾക്ക് സന്തോഷാവുകയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഇവൾക്ക് വളരെ കെയറോട് കൂടി എടുത്തു കൊടുക്കുമ്പോൾ ഇവനെ തന്നെയാണ് നോട്ട് ചെയ്യുന്നത്. മാത്രമല്ല അവള് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ബാൻഡേജ് ഉണ്ട്, ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബാൻഡേജ്. സോ ഇവളത് നോക്കുമ്പോൾ ഹാമിങ് ഇവളോട് അത് പിന്നെ നേഴ്സ് നീഡിൽ വലിച്ചൊരു സമയത്ത് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, അതൊരുപാട് പോണ്ടാന്ന് വിചാരിച്ചാ ഞാൻ പെട്ടെന്ന് ബാൻഡേജ് വാങ്ങി ഒട്ടിച്ചത് എന്ന് പറയുമ്പോൾ ഇവള് അതും നോട്ട് ചെയ്യാണ്. ഇവളോട് നല്ലൊരു കെയറിങ് ആണല്ലോ ഇവനിപ്പോ കാണിക്കുന്നത്. അതും ഒരു ബാൻഡേജ് ഒന്നും അല്ല, ഒരു ലോഡ് ബാൻഡേജ് ആണ് ഇവൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, ഒന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് ആയതിന്. സോ ഇവൾക്ക് ഇവനോട് എന്തോ ഒരു ഫീലിങ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് അധികം തന്നെ കണക്ട് ആവുകയാണ്. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇവര് ഇപ്പൊ ഒഫീഷ്യലി കപ്പിൾസും ആയിരിക്കാണ്. ഇവള് ഇപ്പൊ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ. സോ ഫസ്റ്റ് ടൈം ഹാമിങ് ആണെങ്കിൽ ഇവന്റെ ഫാമിലിക്ക്, അതായത് ഇവന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. ഇതാണ് ഇവളുടെ ഫസ്റ്റ് ഇങ്ങോട്ടുള്ള എൻട്രി. ഇതാണ് അമ്മ എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അമ്മയാണെങ്കിൽ അമ്മയുടെ തരത്തിലുള്ള ഫ്രണ്ട്സുമായിട്ട് അപ്പോ അവിടെ സറ പറഞ്ഞിരിക്കുകയാണ്. അമ്മയും ഇവളെ അന്നാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ഇവർക്കാണെങ്കിൽ വലിയ ഇംപ്രഷൻ ഒന്നും തോന്നുന്നില്ല, പക്ഷെ അത് ഹാമിങ്ങിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നില്ല.
ഇവളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഹോമിങ്ങിനോട് അച്ഛൻ തിരക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് ചെല്ല എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാണ്. ഇവളും ഇവരോടൊപ്പം വന്ന് ഇരിക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയുടെ മറ്റൊരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവള് എഴുന്നേറ്റ് അവർക്ക് ഇരിക്കാനായിട്ട് മാറി കൊടുക്കുന്നു, വേറെ സീറ്റ് ഇല്ലാത്തത് കൊണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ പോസ്റ്റ് കുത്തിവെച്ച കണക്ക് ഒരേ നിൽപ്പ് നിൽക്കാണ്. ഇവളെ ആരും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല, ഈ ഒരു ഹാമിങ്ങിന്റെ അമ്മ പോലും. അവര് പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കാണ്, ഇവളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. ഹാമിങ്ങിന്റെ അമ്മയ്ക്ക് ഇവളിവിടെ നിൽക്കുന്ന കാര്യം അറിയാം, പക്ഷെ മനഃപൂർവ്വം തന്നെയാണ് ഇവളെ അവോയ്ഡ് ചെയ്യുന്നത്. സോ ഇവള് കുറേ സമയം നിന്ന് പോസ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സെർവന്റിനോടൊപ്പം ഇവർക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് അവരെ പോയി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സെർവന്റ് ഇവളോട്, നിങ്ങൾ ഇവിടെ ഡെയിലി വരുന്നതും പോകുന്നതുമായ ലേഡീസിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവളും എന്ത് ഡിഫറെന്റ് ആണ് എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവരും ഇവളെ വീക്ഷിച്ചിട്ട് ഇവളോട്, നിങ്ങളുടെ ഹെയർ ഇത്രയും ഡ്രൈ ആക്കി വെച്ചേക്കുന്ന എന്തിനാ, ഹെയർ ഒന്നും ശ്രദ്ധിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവളും, ആ ജോലി സംബന്ധമായിട്ട് ബിസി ആയതുകൊണ്ട് എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല എന്ന് പറയുമ്പോൾ ഇവര്, ഇവിടെ വരുന്ന സ്ത്രീകളുടെയൊക്കെ ഹെയറും സ്കിന്നും ശ്രദ്ധിച്ചില്ലേ, വള തിളങ്ങും, അവരതിനു വേണ്ടിയൊക്കെ ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്, എന്തായാലും മോളും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്നൊരു അഡ്വൈസ് കൊടുക്കുമ്പോ ഹോമിങ്ങിന്റെ അമ്മയും അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നിട്ട് ഇവരെ പറഞ്ഞയച്ചിട്ട് അമ്മ ഇവളോട്, നീ ഞങ്ങളോടൊപ്പം ഡിന്നറിന് കൂടാനായിട്ട് പറയുമ്പോ ഇവൾക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. ഓക്കെ പറയുന്നു. അപ്പൊ ഇവരാണെങ്കിൽ, ഞാൻ പിന്നെ ചില ഡിഷൊക്കെ റെസ്റ്റോറന്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരത് റെഡി ആവുമ്പോൾ വിളിക്കും, അപ്പോ നീ തന്നെ പോയി കളക്ട് ചെയ്യണം, ഇവിടെ അടുത്ത് തന്നെയാ എന്നിവളോട് പറയുമ്പോ ഇവള്, അല്ല അവർക്ക് ഡെലിവറി ഇല്ലേ, അവര് വീട്ടിൽ ഡെലിവറി ചെയ്യില്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവര്, ഉണ്ട്, പക്ഷേ എനിക്ക് സ്ട്രേഞ്ചേഴ്സ് എന്റെ വീടിനുള്ളിലേക്ക് കയറുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് ഇവൾക്കും കൂടിയിട്ടുള്ള ഒരു വാണിംഗ് എന്ന രീതിയിൽ ഇവര് മറുപടി പറയാണ്. ഷൂയാന് അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ, ഓക്കെ ഞാൻ തന്നെ കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഇവര് വീണ്ടും, ഇന്നിവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്, നീ ഫുഡ് ഇവിടെ എത്തിച്ചിട്ട് അത് ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, എന്നിട്ട് വീട്ടിലേക്ക് പോക്കോ, ഹാമിങ്ങിനോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇവളോട് ആ ഒരു സ്ഥലത്തേക്ക് വരണ്ട എന്നിവര് പറയാതെ പറയാണ്. ഇവൾക്ക് അത് നല്ല ഫീൽ ആവുന്നുണ്ട്, പക്ഷെ ഇവൾക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഓക്കെ പറയാണ്. അപ്പോ ഇവര് ഇവളോട്, ഈ ഒരു ശനിയാഴ്ച നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഫ്രീ ആണെന്ന് പറയുന്നു. സോ ഇവരും, ഞാൻ അന്ന് നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവൾക്കാണെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റം നല്ല രീതിയിൽ മോശം ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത്, ഇവിടെ ഇവളുടെ മാനേജർ ആണെങ്കിൽ ഇവളെ വിളിപ്പിച്ചിട്ട്, നീ നല്ല കഴിവുള്ള കുട്ടി തന്നെയാ, സ്മാർട്ടാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇവള് ആഗ്രഹിക്കുന്നത് ഒരു ഹോസ്റ്റ് ആവാനാണല്ലോ, പ്രസന്റിലായാലും പാസ്റ്റിലായാലും. സോ ഇവള് അതിനുവേണ്ടി ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും റിജക്റ്റ് ആയി എന്ന കാര്യം ഇയാള് ഇവളോട് പറയാണ്. സോ അത് കേട്ട് ഇവള് തകർന്നു പോവാണ്. കാരണം ഇവള് ഇപ്പോ ഈ ഒരു ഷോയുടെ പ്ലാനറായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇയാളാണെങ്കിൽ ഇവളോട്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിനക്ക് അടുത്ത തവണ എന്തായാലും ആ ഹോസ്റ്റിന്റെ പൊസിഷൻ തരുന്നതായിരിക്കും, മാനേജ്മെന്റിനോട് ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്തോളാം എന്ന രീതിയിലൊക്കെ പല വാഗ്ദാനങ്ങൾ ഇയാൾ ഇവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല വിഷമായിട്ട്, ലാസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്, എനിക്ക് തീർച്ചയായും തരാന്നല്ലേ പറഞ്ഞത്, ഞാൻ ഈ ഒരു കമ്പനിയിലേക്ക് എത്തിയത് തന്നെ ഹോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ, അപ്പൊ നിങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഈ ഒരു ഫീൽഡിൽ നോളജ് ഇല്ല, അതൊക്കെ കണ്ട് പഠിക്കാനായിട്ട് പറഞ്ഞ് എനിക്ക് ഇപ്പോഴുള്ള ഒരു ജോലി തന്നു, നിങ്ങൾ പറഞ്ഞ എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ 3 വർഷമായിട്ട് ഇവിടെ പട്ടിപ്പണി ചെയ്യാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞാനത് ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് ആയാലും പ്ലാനിംഗ് ആയാലും ഇന്റർവ്യൂവിന് ഗസ്റ്റിനെ കൊണ്ടുവരുന്നതായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലായാലും എന്റെ സാലറിന്ന് പൈസ എടുത്തിട്ട് വരെ ഞാൻ ഈ കാര്യങ്ങൾ പലതും ചെയ്യുന്നത്, അതും നേരെ ചൊവ്വേ ഉറങ്ങാതെ ഫുഡ് കഴിക്കാതെ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും എന്നെ റിജക്ട് ചെയ്യുന്നത്, അതെനിക്ക് അറിയണം എന്ന് പറഞ്ഞ് വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇയാള്, നീ പറഞ്ഞതെല്ലാം മനസ്സിലാവും ഷുയാൻ, നിന്റെ ഹാർഡ് വർക്ക് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ മാനേജ്മെന്റിന്റേതല്ലേ അവസാനത്തെ തീരുമാനം, അവര് പറയുന്നത് സിവയെ തന്നെ ഇനിയും ഹോസ്റ്റ് ആയിട്ട് മതിയെന്ന, ഇപ്പൊ തന്നെ നമ്മുടെ പ്രോഗ്രാം അത്ര വലിയ റേറ്റിംഗിലോട്ട് എത്തിയിട്ടില്ല, സോ പെട്ടെന്ന് ഹോസ്റ്റിനെ കൂടെ മാറ്റി ഉള്ള റേറ്റിംഗ് കളയാൻ അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളെ മനഃപൂർവ്വം തന്നെ അതിലോട്ട് റെക്കമെൻഡ് ചെയ്യാത്തതാണ് എന്ന കാര്യം മനസ്സിലാവുന്നു. സോ പിന്നെ ഇവള് ഒന്നും പറയാൻ പോകുന്നില്ല, അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഇവളെ പുറത്തിറങ്ങുമ്പോൾ ഹോമിങ്ങിന്റെ മദർ വിളിച്ചിട്ട് ഒരു മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ശനിയാഴ്ച, സോ അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളും അവിടേക്ക് പോകുന്നതിന് മുന്നേ ഒരു സലൂണിലേക്കാണ് എത്തിയിരിക്കുന്നത്, ഇവളുടെ ആ ഒരു ഹെയർ ചേഞ്ച് ചെയ്യാനായിട്ട്. ആ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടാണ് ഇവളെ എത്തിയിരിക്കുന്നത്. അതിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചെലവാണ്, പക്ഷെ ഇവൾക്ക് ഇപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് അവൾ ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഇവരെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്.
ഇവളെ വിചാരിക്കുന്നത് ഇവര് മാത്രമാണ് ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇവര് വെയിറ്റ് ചെയ്യും, ഒരാളും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു പെൺകുട്ടിയും അങ്ങോട്ടേക്ക് വരികയാണ്. ഇവർക്ക് അറിയാവുന്ന ആരുടെയോ മകളാണ്. സോ ആ ഒരു പെൺകുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് ഇവര് ഇവളുടെ ജോലിക്കാര്യവും ഫാമിലി കാര്യവും ഫ്യൂച്ചറും ഒക്കെ തന്നെ സംസാരിക്കാണ്. ഒരു ഹൈ സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയിലെ പെൺകുട്ടിയാണ് അത്. നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെയാണ് അവൾ ചെയ്യുന്നത്. അങ്ങനെ അതിനോട് സംസാരിച്ച് പറഞ്ഞയച്ചതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്ത പെൺകുട്ടി വരികയാണ്. അതും ഇവരുടെ ഒരു പരിചയക്കാരിയുടെ മകള് തന്നെയാണ്. ഈ ഒരു പെൺകുട്ടിയും നല്ലൊരു ഹൈ സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയിലുള്ളതാണ്. ഇവരാണെങ്കിൽ ആ പെൺകുട്ടിയോടും വളരെ കാര്യത്തിൽ സംസാരിക്കാണ്. പക്ഷെ ഷോയാനോട് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, ഇവളെ പോസ്റ്റ് ആക്കുകയാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും സംസാരിച്ച് പറഞ്ഞയച്ചതിന് ശേഷം ഇവളോട് ആ രണ്ട് പെൺകുട്ടികളെയും കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. ഇവളും കുഴപ്പമില്ല, വളരെ യങ്ങായിട്ടുള്ള രണ്ടുപേരാണ്, കാണാനും സുന്ദരികളാണ് എന്ന് പറയുമ്പോൾ ഇവളോട് അവര് രണ്ടുപേരും ഒന്നേ മെച്ചമാണ്, ബ്യൂട്ടിഫുൾ ആണ്, ടാലന്റഡ് ആണ്, ഇങ്ങനെയുള്ള പെൺകുട്ടികളാണ് എന്റെ മകന് മാച്ച് ആയിട്ടുള്ളത്. സൗന്ദര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, വെറുതെ രണ്ടുപേരുടെയും സമയം വേസ്റ്റ് ചെയ്യരുത്. നിന്റെ എഡ്യൂക്കേഷൻ കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു ജോലിയുണ്ട്, പക്ഷെ നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്ര ഓക്കെ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അത് മാത്രമല്ല, നീ ഇപ്പോൾ സംസാരിച്ചിട്ട് പോയ പെൺകുട്ടികളെ കണ്ടില്ലേ, അവര് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. പക്ഷെ നീ ഫുള്ളായിട്ട് ഒരു സ്മൈലും മാത്രമാണ് കീപ്പ് ചെയ്യുന്നത്. ദേഷ്യം വന്നാല് അത് പ്രകടിപ്പിക്കണം, സന്തോഷം വന്നാലും അത് പ്രകടിപ്പിക്കണം. അന്ന് നീ എന്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ നിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഇഗ്നോർ ചെയ്തിരുന്നത്. പക്ഷെ നീ അപ്പോഴും മുഖത്ത് ഇപ്പോഴുള്ളതുപോലെ ഒരു ചിരി മാത്രമാണ് കീപ്പ് ചെയ്തിരുന്നത്. ഇത് എന്റെ മരുമകൾക്ക് തീരെ ചേരുന്ന ആറ്റിറ്റ്യൂഡ് അല്ല. നല്ലതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ വീട്ടിലെ ചെറുപ്പക്കാരെ കൂടെ കൂട്ടാന്നാണല്ലേ വിചാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഇവളുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ചെറുപ്പത്തിലെ തന്നെ ഇവളെ വളർത്തിയത് ഇവളുടെ മുത്തശ്ശിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് അച്ഛനും അമ്മയും ഇവൾക്കില്ല, ഇവളൊരു അനാഥയാണ് എന്ന് പറഞ്ഞ് ഇവള് കളിക്കാൻ പോകുന്ന ഒപ്പമുള്ള കുട്ടികളൊക്കെ ഇവളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഇവള് അവരോട് പിടിച്ചു നിൽക്കുന്നത് എനിക്ക് പാരന്റ്സ് ഉണ്ട്, ഞാൻ അനാഥയല്ല, അവർ അബ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇവള് അങ്ങനെ കരഞ്ഞു വാദിക്കുമായിരുന്നു. അപ്പോഴും ഈ കുട്ടികൾ ഇവളെ കള്ളി എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുദ്രകുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവള് ഇപ്പോ ആലോചിക്കാണ്. അപ്പോ അമ്മ ഇവളോട് നീ എത്രയും പെട്ടെന്ന് ഹോമിങ്ങിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പൊക്കോ, സ്വയം വെറുതെ നാണം കെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഇവള് പെട്ടെന്ന് ഒന്നും നോക്കുന്നില്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞിട്ട് എന്റെ പാരന്റ്സ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവര് ചെറുപ്പം മുതലേ എന്നെ പഠിപ്പിച്ചത് എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും എന്റെ പെരുമാറ്റം എത്ര ബഹുമാനത്തോടെ കീപ്പ് ചെയ്യാൻ പറ്റോ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ്. അത് നിങ്ങളുടെ കണ്ണിൽ എന്നെ കുറിച്ച് ഒരു മോശം ഇമേജ് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ പാരന്റ്സ് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് പറയുന്നത് കേട്ട് അത് ഒരു പേര് കേട്ട യൂണിവേഴ്സിറ്റിയാണ്, ഇവര് പോകാൻ തുടങ്ങിയതാണല്ലോ. പക്ഷെ അത് കേട്ട് ഇവരവിടെ തിരിച്ച് ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചൈനയിൽ ജോലി ചെയ്യുന്നത് എന്റെ എഫേർട്ട് യൂസ് ചെയ്തിട്ടാണ്, ഞാൻ എന്റെ പാരന്റ്സിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാറില്ല, അത് നിങ്ങളുടെ കണ്ണില് ഞാനൊരു പൂർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നിപ്പിക്കുന്നു വിചാരിച്ചില്ല. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്, അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എനിക്ക് ഹോമിങ്ങിനെ ഇഷ്ടമാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകനെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ഇവരാണെങ്കിൽ പെട്ടെന്ന് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോവുകയാണ്. സോ ഇപ്പോ ഇവളുടെ പാരന്റ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ആ ഒരു കാരണം കൊണ്ടാണ് ഇവൾക്ക് നമ്മൾ തുടക്കത്തിലെ കണ്ടതുപോലെ ഇവൾക്ക് പാരന്റ്സിനെ വാടകയ്ക്ക് എടുക്കേണ്ടി വന്നത്. ഇവളുടെ യഥാർത്ഥ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവളെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ചെറുതിലെ വെറുതെ കുട്ടികളോടൊക്കെ വാദിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു നുണ വീണ്ടും ഏറ്റെടുത്തത് ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം. സോ ഇങ്ങനെയാണ് ഹോമിങ്ങും ഷോയാനും പരസ്പരം കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഈ ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നതും ഇവളെ നുണ പറയാനുണ്ടായ കാര്യം എല്ലാം ഇതാണ്. അതിനുശേഷം നമ്മൾ ഇനി പ്രസന്റിലോട്ടാണ് വരുന്നത്. ഷോയാന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്തിട്ട് ഇവരെ എല്ലാരും നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞത്. അത് ഇപ്പൊ നോക്കിയിട്ട് ഇവരുടെ ഹസ്ബൻഡിനോട് എനിക്കെന്തോ ഈ ഒരു ഫാമിലി അത്ര ഓക്കെ ആയിട്ട് ഫീൽ ആവുന്നില്ല, എന്തൊക്കെയോ നിഗൂഢതകൾ ഉള്ളതുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ഇവരോട് നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, അവർ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്, അവര് നമ്മുടെ റിലേറ്റീവ്സ് ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കമ്പനി ഇമേജ് വർദ്ധിപ്പിക്കാൻ പല വഴികളിലൂടെ എന്തായാലും അത് ഹെൽപ്പ് ചെയ്യും. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട, നമ്മുടെ മകന് നല്ല ടേസ്റ്റ് ഉണ്ട്, അവൻ കണ്ടെത്തിയത് നല്ലൊരു പെൺകുട്ടിയെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഇവരും ചിലപ്പോ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും എന്നൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്. അപ്പോ അതിനുശേഷം നമ്മൾ കണ്ടിരുന്നല്ലോ ഹോമിങ്ങിന്റെ ഹെൽപ്പോട് കൂടി ഇവൾക്ക് ഒരു ഗസ്റ്റിനെ കിട്ടിയത്. സോ ആ ഒരു ഗസ്റ്റ് വന്നിട്ട് ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഷോ നടക്കുകയാണ്. സോ ആ ഒരു ഷോയൊക്കെ കഴിഞ്ഞ
ഷോയാൻ ഇദ്ദേഹത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇദ്ദേഹം ഒരു കാര്യം പറയാതെ വയ്യ, ഞാനിങ്ങോട്ട് എത്തിയത് ഹോമിങ് എന്നെ കോൺടാക്ട് ചെയ്തത് കൊണ്ട് മാത്രമല്ല, നിന്റെ ഹാർഡ് വർക്കും സിൻസിയാരിറ്റിയും കണ്ടിട്ട് കൂടിയാണ്. ഞാൻ നിനക്ക് റിപ്ലൈ തരാതിരുന്നിട്ട് കൂടി നീ കറക്റ്റ് ആയിട്ട് എന്തോരം മെസ്സേജാ എനിക്ക് അയച്ചത്, ശരിക്കും നീ ഉറങ്ങാറൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇദ്ദേഹത്തെ അത്രയും ബുദ്ധിമുട്ട് ചെയ്തില്ല ക്ഷമ ചോദിക്കുന്നു. അപ്പോഴേക്കും ഇവളെ ആണെങ്കിൽ ഹാമിങ്ങിന്റെ അമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് പറയാണ്. ഇവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഇവളും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. ട്രാഫിക്കിൽ പെട്ടത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവള് വരുന്നത്. അവിടെയാണെങ്കിൽ ഹോമിങ്ങിന്റെ അമ്മയും അവരുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഈ ഒരു ലേഡിയുടെ പേര് മെങ് എന്നാണ്. ഇവളും പെട്ടെന്ന് വന്ന് ഇവരോട് ക്ഷമ ചോദിക്കാണ് ലേറ്റ് ആയതില്. അപ്പൊ അമ്മയാണെങ്കിൽ ഞങ്ങൾ എത്ര സമയമായിട്ട് വെയിറ്റ് ചെയ്യാം, ഒരു വീട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവര് ആ ഒരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ ഇവരോട് ആർക്കാ വീട് എന്ന് ചോദിക്കുമ്പോൾ ഇവര് എന്റെ മകന് വേണ്ടിയിട്ടാണ്, അവൻ ഉടനെ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ സ്റ്റാഫും ആണോ, ഏത് കുടുംബത്തിലെ പെൺകുട്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഇവളെ നോക്കുന്നു. ഇവർക്ക് മനസ്സിലാവുന്നു ഇതാണ് പെൺകുട്ടി എന്ന കാര്യം. ഇവളും ഇപ്പോഴാണല്ലോ ഇവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നത് എന്ന കാര്യം അറിയുന്നത്. എന്തായാലും ഇവരിപ്പോ കുറച്ച് ഇവളെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നു. അപ്പോ ഇവരാണെങ്കിൽ ആ ഒരു വീടിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവള് അമ്മയോട് ആന്റി നമുക്ക് ഹാമിങ്ങിന്റെ അഭിപ്രായം കൂടെ ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരികയാണ്. അപ്പോ ഈ ഒരു മെങ് എന്ന് പറയുന്ന സ്ത്രീ ആണെങ്കിൽ വീട് നോക്കുന്നതിനെ കുറിച്ച് ചെറുപ്പക്കാർക്ക് എന്തറിയാം, നിന്റെ അമ്മായി അമ്മയ്ക്ക് എന്തായാലും നല്ലൊരു വീട് നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്താനാവും, മകന്റെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. 1-2 ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ, ലൈഫ് ലോങ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ വീട് നോക്കുന്നത്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് എന്തറിയാം, എക്സ്പീരിയൻസ് ഉള്ളവര് അത് നോക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഇവളും ശരിയാണ്, പക്ഷേ ഹോമിങ്ങിനെ കൂടെ കൂട്ടാമായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മ അതൊന്നും വേണ്ട, അവൻ ബിസിയല്ലേ, ഞങ്ങൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇവള് പിന്നെ ഒന്നും പറയുന്നില്ല. എന്നിട്ട് ഇവരാണെങ്കിൽ ഇതിലേതാണ് നല്ല വീടിന്റെ ഡിസൈൻ എന്ന് നോക്കാനായിട്ട് ഇവളെ ഏൽപ്പിക്കുകയാണ്. കാരണം ഇവളുടെ അച്ഛനാണെങ്കിൽ ആർക്കിടെക്ചർ മേഖലയിലെ പ്രൊഫസറാണ് എന്ന കാര്യമാണ് ഇവള് പറഞ്ഞിരിക്കുന്നത്. സോ ഇവളുടെ അച്ഛൻ ഒരു ആർക്കിടെക്ചർ ആയ സ്ഥിതിക്ക് ഇവൾക്കും എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി അറിയാമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇവളെ ആ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. ഇവളാണെങ്കിൽ നല്ല നെർവസ് ആവുകയാണ്, ഇവൾക്ക് അതിനെപ്പറ്റിയുള്ള ABCD അറിയില്ല. എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ ഹോമിങ്ങിന്റെ അമ്മ അതെന്തായാലും നോട്ട് ചെയ്യും, അതിനുവേണ്ടി തന്നെയാണ് ഇവളെ അത് ഏൽപ്പിക്കുന്നതും. സോ ഇവളെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് എന്തായാലും ഹോമിങ് അങ്ങോട്ട് എത്തുകയാണ്. അപ്പൊ അമ്മ ഇവനെ കണ്ടു ഞെട്ടി, അല്ല നീ എന്താ ഇവിടെ, ഇവള് പറഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനും അല്ല അമ്മേ, ഇവൾ എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ ഡ്രൈവറോട് ചോദിച്ചിട്ടാ വന്നത്, ഇങ്ങോട്ടാ വന്നതെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അമ്മ എനിക്ക് വേണ്ടിയിട്ടുള്ള വീട് നോക്കാനായിരിക്കുമെന്ന്. ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ ഓൾറെഡി ഒരു വീട് വാങ്ങി, കുറച്ച് ദിവസമായി, ഇവളോട് പോലും പറഞ്ഞിട്ടില്ല, ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാ എന്ന് പറയുമ്പോ അമ്മയാണെങ്കിൽ മോനെ അപ്പോ ഈ വീടിന്റെ ഡിസൈനോ, ഇത് വളരെ നന്നായിട്ടുണ്ട്, നമുക്ക് ഇത് നോക്കാം എന്ന് പറയുമ്പോ ഹമിങ് വേണ്ട അമ്മേ, ഞങ്ങൾക്ക് പോയിട്ടപ്പോ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ എന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഒരു ഡേറ്റിനെങ്കിലും പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അമ്മയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ഇവര് ഇപ്പോ ഇവന്റെ ആ ഒരു പ്ലാൻ ഷോപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഹോമിങ് ആണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളാണെങ്കിൽ ഇവനോട് അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു, ഇവിടെ എന്താ ഈ ഒരു അഗേവിന്റെ പ്ലാന്റ് മാത്രം കൂടുതൽ, ഇതിനോട് ഇത്രയും താല്പര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഈ ഒരു ചെടി അതിന്റെ ലൈഫിൽ ഒരൊറ്റ തവണ മാത്രമേ പൂക്കൂ, അത് അതിന്റെ എല്ലാ സ്ട്രെങ്തും യൂസ് ചെയ്താണ് ആ ഒരു പൂ വിരിയിക്കുന്നത്, ജീവിതകാലം മൊത്തം അത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആത്മാർത്ഥമായിട്ട് നിലനിൽക്കുന്നത്, ആ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറൊന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ചെടി ഭയങ്കര ഇഷ്ടമാണ്, സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് ഇവനുണ്ടാക്കിയ ആ ഒരു ഡിഷ് ഇവളെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിളിക്കുന്നു. ഇവളും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ ഇവൾക്ക് ഒരു വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണ്. അപ്പൊ അത് കണ്ട് ഇവളെ ഇപ്പൊ എന്തിനാ ഗിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്റെ അമ്മയെ നീ ഒരുപാട് സഹിക്കുന്നില്ലേ, നിന്റെ ജോലി പോലും കളഞ്ഞിട്ടല്ലേ അമ്മ വിളിക്കുമ്പോ നീ ഓടി ചെല്ലുന്നത്, അതിന്റെ ഒരു കഷ്ടപ്പാടിനായിട്ടാണ് ഈ ഒരു കുഞ്ഞു ഗിഫ്റ്റ് എന്ന് പറയുമ്പോ ഇവള് ഇല്ല നിങ്ങളുടെ അമ്മ എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എല്ലാ ഷെഡ്യൂളും മുൻകൂട്ടി തന്നെയാ പറയാറുള്ളത്, എന്റെ ജോലിയിലൊന്നും തടസ്സം വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനും എനിക്ക് അറിയാത്തൊന്നും അല്ലല്ലോ നിന്റെ ജോലി, എന്തായാലും നിന്നെ അമ്മ നല്ലോണം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഒരിക്കൽ പോലും എന്നോട് തന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവള് ഓ ഇനിയും അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഇവളോട് ഷോയാൻ ഇത് നിന്റെ കൈൻഡ്നെസ്സിനുള്ളതാണ്, നീ എത്രത്തോളമാണ് നന്നായിട്ട് എന്നോട് നിൽക്കുന്നതെന്ന് എനിക്കറിയാം, എന്റെ കൺമുന്നിൽ കാണുന്ന എന്ത് മനോഹരമായിട്ടുള്ളതും നിനക്ക് തരാൻ വേണ്ടി എനിക്ക് തോന്നും, അങ്ങനെ തന്നെ ഒരു ഗിഫ്റ്റ് മാത്രമാണ് ഇത് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷവുമാണ്. അപ്പോ ഹോമിങ് ഇവളോട് അല്ല നിന്റെ ഹോസ്റ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവനോട് അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവൻ എനിക്കെന്താ അറിയാത്തത്, ഇപ്പോൾ ഉള്ള ഹോസ്റ്റ് ഒരുപാട് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാം, എനിക്ക് സുഖമായിട്ട് നിനക്ക് ആ ഒരു ഹോസ്റ്റ് പൊസിഷൻ നേടിത്തരാൻ സാധിക്കും, ഞാൻ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവള് എനിക്കറിയാം നിങ്ങൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, എനിക്കും അത് അങ്ങനെ തന്നെയാണ്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യണ്ട, എനിക്ക് എന്തായാലും ഇത് സ്വയം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, ഞാൻ തന്നെ എന്റെ കുറവുകൾ നികത്തിക്കോളാം എന്ന് പറയുമ്പോൾ ഇവനും ഓക്കെ പറയാണ്. അതിനുശേഷം ഇവരാണെങ്കിൽ ഒരുമിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.